ഹായ്. അങ്ങനെ ഇന്ന് നമ്മൾ മൂന്നാമത്തെ സൈറ്റ്. ഇത് ഇവിടെ കരിവന്നൂർ അല്ലേ? അതായത് തൃശ്ശൂരും ഇരിഞ്ഞാലക്കുടേൻ്റെയും മിഡിലായിട്ട് വരും. ഒരു പുഴയൊക്കെ പോകുന്നുണ്ട്. കരിവന്നൂർ പുഴയാണോന്ന് അറിയില്ല. കരിവന്നൂർ പുഴയാണ്. കരിവന്നൂർ പുഴയുടെ തീരത്ത് നമ്മൾ ആരിഫിക്കാക്കും താത്താക്കും വേണ്ടി വെക്കണ വീട്. അവർക്ക് മണ്ണുണ്ടാക്കും മാത്രമല്ല, ഒരു ഉമ്മയും ഇപ്പയും കൂടി ഉണ്ട്. അവർക്കൊക്കെ പാടെ കൂടിയിട്ട് മക്കൾക്ക് എല്ലാവർക്കും പാടെ കൂടി വെക്കണ ഒരു വീടാണ്. അപ്പോൾ സാധാരണ ഞങ്ങൾ വീടിൻ്റെ ഇൻട്രോ പറയുമ്പോഴോ അല്ലെങ്കിൽ തമ്പലൈനൊക്കെ ഞങ്ങളെ ഇഷ്ടത്തിനാണ് കൊടുക്കാറ്. അപ്പം ഈ ഒരു വീടിൻ്റെ തമ്പലൈന് ആരിഫിക്കനെ പറഞ്ഞു തരുന്നത് എന്താകുമ്പോൾ ആരിഫിക്കാന്റെ വ്യാകുലതകൾ, അതാണ് ഇതിൻ്റെ തമ്പലൈൻ കേട്ടോ. അതെ, ഈ വീട് നമ്മൾ 5 ഇഞ്ചിലാണ് കേട്ടോ ചെയ്യണത്. 5 ഇഞ്ചിലാണ് ചെയ്യണത്. 5 ഇഞ്ചിൽ ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ ഇങ്ങനെയാണ് ചുമര് വരിക. അതുകൊണ്ട് കാണിച്ചു കൊടുക്കാമോ? എല്ലാവർക്കും സംശയം ഉണ്ടാവും. നമ്മൾ കോർണറിൽ പൈപ്പില്ല എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോവാം. ഇതാണ് ഞങ്ങളെ കോർണർ. പൈപ്പ് ഒഴിവാക്കിയിട്ട് വരുന്ന കോർണറാണിത്. ആ കോർണറിൽ നിന്ന് ഇതേപോലെ തന്നെയാണ് ഇങ്ങോട്ട് കണക്ഷൻ പോയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടോ, ഇതാണ് നമ്മളെ മെയിന്. തുമ്മേ ശിവയാണ് ഇവിടെയും തിരുവനന്തപുരത്തും എവിടെയൊക്കെ ഇനി പറയേണ്ടത്. ഇപ്പം നമ്മൾ തൃശ്ശൂരത്തെ ഫസ്റ്റ് मुल्लूरकरा तुम पहले किया ना वो साइड में भी गया, वो ऐसा ही है, कुछ नहीं किया उधर बाद में. अपन ने आज छुट्टी है ना? हाँ, आज छुट्टी है. लोग आराम कर रहे, रेस्ट कर रहे. അപ്പോൾ ഏകദേശം നമ്മളത് हो गया ना शिवा? अभी उधर 2 दीवार बच्चा है ना, फिर वो सिट आउट का एक किया. അപ്പോൾ ഏകദേശം ഒരു कितना एक हफ्ता 4-5 ദിവസം കൊണ്ട് തീരുന്നാണ് അവൻ പറയുന്നത്. മഴയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും 4-5 ദിവസം കൊണ്ട് തീരും. ഇത് നോക്കുമ്പോൾ ഇതാണ് GI പൈപ്പ്. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കോർണറുകളും ഇങ്ങനെ വരും. ഇതാ ഇവിടെ ഇപ്പോൾ കണ്ടോ. മറ്റേത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മൾ GI പൈപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? ഈ തറ ശരിക്കും നമ്മൾ മണ്ണിട്ട് ഉയർത്തണം എന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ ആരിഫ്ഖാനോട് ഇവിടുന്ന് അങ്ങോട്ട് ആരിഫ്ഖാക്ക് കാണിച്ചു കൊടുക്കാം. ശരിക്കും ഉയർത്തേണ്ട ആവശ്യമില്ല അല്ലേ? ഏകദേശം വലിയ കുഴപ്പമില്ലാണ്ടായിട്ടുണ്ട്. ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, നേരെ ഫ്രണ്ടിൽ അത് റോഡ്. ഈ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി. ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ ഞാൻ പറഞ്ഞ ആ പുഴ. ഇവിടെ ഇങ്ങനെ വലിയ ഗ്ലാസ്, അതായത് നമ്മളെവിടെ ചെയ്തത് അങ്ങനത്തെ പിന്നെ ചെയ്തു അനന്തുവിൻ്റെ അവിടെ വൈക്കത്ത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ വലിയ UPVCൻ്റെ സ്ലൈഡിങ് ഒക്കെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ സുഖമായിട്ട്. പിന്നെ ഭാവിയിൽ ഇവിടെ ഒരു ഇതൊക്കെ എടുക്കണമെന്ന്, കോട്ടിയാടൊക്കെ എടുക്കണമെന്ന് ആൾ പറയുന്നുണ്ട്. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി. പിന്നെ ആരിഫ്ക ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മീനൊക്കെ പിടിച്ചാന്നായിരുന്നു. ഇപ്പോൾ ആൾ ദുബായിലായതുകൊണ്ട് മീനൊന്നും കിട്ടൂല അല്ലേ? കാരണം ഇവിടെ ചൂണ്ടലും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാണ് ഇവിടെ. നിങ്ങൾ വാങ്ങി ഇതൊക്കെ ആരിഫ്ഖാന് മൂപ്പർക്ക് ഇപ്പോൾ ഫുള്ള് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലല്ലോ പുറത്തായതുകൊണ്ട്. ഇതാ പുഴയിലേക്ക് നോക്കിയിരിക്കാനായിട്ട് ബേ വിൻഡോ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇക്കാക്ക് റൂമിലിരിക്കുമ്പോൾ ഇത്താക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ ബേ വിൻഡോ വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയും നമ്മൾ ഒരു ബേ വിൻഡോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടും പുറത്തേക്ക് കാണാം. ഇത്ര സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ശരിക്കും ഫുള്ളായിട്ട് ഭാവിയിൽ അല്ലേ ഒരു കിച്ചൺ പോലെ ഇങ്ങോട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് മൊത്തം അടിപൊളിയായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇവർ ആ കിച്ചൺ ഉപയോഗിക്കണതേ ഇഷ്ടമല്ല. കാരണം ഇതത്ര അല്ല കേട്ടോ സ്ഥലം. ഇനിയും പുഴയിലേക്ക് ഒരു സ്റ്റേജും കൂടി ഇവിടെ വേറെയും കിടക്കുന്നുണ്ട് അല്ലേ? അതായത് അവിടെ അതാണ് ശരിക്കും പുഴ. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു റിട്ടേണിംഗ് വാളൊക്കെ ചെയ്തിട്ട് ഇത്ര സ്പേസ് വേറെ ഉണ്ട്. ശരിക്കും ഇവിടെ ഇങ്ങനെ ഗാർഡനൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കി കഴിഞ്ഞാൽ വേറെ വൈബായിരിക്കും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വീഡിയോ ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ട് കുറേയായി. നേരത്തെ വീഡിയോയിൽ നമ്മളെ തൃശ്ശൂരത്തെ ക്ലൈൻറ്റ് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഞങ്ങൾ വരുമ്പോൾ ലേറ്റ് ആവാറാണ്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. പിന്നെ ആരിഫ്ഖാൻ്റെ വ്യാകുല എന്ന് പറയാൻ കാരണമുണ്ട്. ആരിഫ്ഖ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ തൃശ്ശൂർ തോമസ് ഏട്ടൻ്റെ വീടാണ് വന്ന് കണ്ടത് അല്ലേ? ആൾക്ക് ഭയങ്കര വ്യാകുലതയുള്ളൊരു മനുഷ്യനാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ നിങ്ങൾ ഈ ബേസ്മെൻറ്റ്, ഇത് ഞാൻ പറയണതല്ല കേട്ടോ. ആരിഫ്ഖാൻ്റെ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ട് ആളൊരു കമൻറ്റ് എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. പറഞ്ഞ തുകയുടെ ഇരട്ടി പൈസ ചിലവാക്കിയിട്ടിട്ട ബേസ്മെൻ്റാണിത്. ഇവിടെ
ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ വരിക. നമ്മളെ സ്റ്റെയർ തുടങ്ങാൻ പോണത് ഇവിടുന്ന് സ്റ്റെയർ തുടങ്ങി അവിടെ ഒരു ലാൻഡിങ് വരും. ആ ലാൻഡിങ്ങിൻ്റെ അടിയിൽ ആരിഫ്ക്കാക്ക് ഒരു ബാത്റൂം വേണം. ആ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 അടി ഹൈറ്റ് വേണം. ഇതൊക്കെയാണ് മൂപ്പരെ വ്യാകുലതകൾ. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് ഞങ്ങളോട് വിളിച്ച് പറയുമ്പോൾ ആൾക്ക് കേട്ടോ. പിന്നെ ആൾക്ക് വ്യാകുലത ഉണ്ടാവാനുള്ള മെയിൻ റീസൺ ഇതാണ്. ഇത് ഒന്ന് അവിടെ പോയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല, ഈ ബേസ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴേ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയോ, 6 ഇഞ്ച് തിക്നെസ്സിലാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റ് ഇടുന്നത്. ഏത് ഈ ഫ്ലോർ കോൺക്രീറ്റ് ഇട്ട് വരുന്നത്. നമുക്ക് ഇവിടെ ഉണ്ടോ, ഇവിടെ അമ്മ ഇത് ബെഡ്റൂമാണ്. ഞാൻ ഈ ബെഡ്റൂമത്തെ കാണിച്ചു തന്നിട്ടാണ് വരാം. ഈ ബെഡ്റൂമിലെ ബേസ്മെന്റിന്റെ വ്യാകുലത എന്നാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് പറഞ്ഞ തുകേൻ്റെ ഒരു ഇരട്ടി തുക കൊടുത്തിട്ട് ബേസ്മെന്റ് ഇട്ട ആളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇത് നോക്കൂ. ഇത് വാട്ടർ ലെവൽ ചെയ്യണ സമയത്ത് ഇവിടെ ബേസ്മെന്റ് ഇപ്പോഴും 3 ഇഞ്ച് പൊന്തിയിട്ടാണ് നിൽക്കണത്. ഓക്കെ, ഇവിടെ 3 ഇഞ്ച് പൊന്തിയിട്ടും അതേപോലെ ഞാൻ ആ പറഞ്ഞ പുഴയുടെ വക്കെത്തുമ്പോൾ ആ തലക്കിലെത്തുന്ന സമയത്ത് പ്ലിന്ത് തന്നെ ഏകദേശം 4 ഇഞ്ചോളം താന്നിട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇത്രയും ലെവലാക്കി കൊണ്ടുപോകുമ്പോഴേക്ക് ഒരു 5-5.5 ഇഞ്ചിന്റെ ഫ്ലോർ കോൺക്രീറ്റ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് പറയണത്. അപ്പോൾ അയാൾ വന്ന് കമന്റ് എഴുതുമ്പോൾ അനുഭവത്തിൽ നിന്നാണ് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ ഒരു റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓരോരുത്തർ അനുഭവത്തിൽ നിന്നാണല്ലോ പഠിക്കുക. ഇനി ഇതും ആരിഫ്ക്ക കാണുന്നത് മാത്രമല്ല, ആരിഫ്ക്ക ബാക്കിയുള്ള എല്ലാ ക്ലയൻസിൻ്റെയും പോലെയല്ല. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കമൻറ്റും കറക്റ്റായിട്ട് അതേപോലെ ജിച്ചേട്ടനും മെൻഷൻ ചെയ്യും അല്ലേ. അപ്പോൾ അവർ മെൻഷൻ ചെയ്യട്ടെ. ഇപ്പോൾ ആരിഫ് ഖാൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബേസ്മെൻറ്റ് ചെയ്ത് ഇരട്ടി പൈസയായി. അപ്പോൾ ഞങ്ങളിതൊരു എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ട്, ചുമര് വെക്കാൻ എത്ര രൂപ എന്ന് പറഞ്ഞിട്ട്. ആരിഫ് ഖാൻ്റെ 1 രൂപ പോലും നമ്മൾ അധികം പഠിക്കില്ല. എത്രയാണോ ചുമര് വെക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഡീഷണൽ വർക്കൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് ശരിക്കും സാധാരണ നമ്മൾ പൈസ മേടിക്കാറ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും 2 ബേവിൻ്റെ ഒക്കെ ഉണ്ടാവുന്നു. 2 ബേവിൻ്റെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ അഡീഷണൽ ആണ്. പക്ഷെ പിന്നെ നമ്മൾ ക്ലയൻറ്റിനോടുള്ള സ്നേഹം കൊണ്ടൊക്കെ ചിലപ്പോൾ ഓരോന്നൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇത് തന്നെ നേരത്തെ പറഞ്ഞ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇവിടെ വന്ന് ഇരുന്നൊക്കെ. അതായത് ആരിഫ്ക്ക കുറച്ച് പയ്യരം ഇതൊക്കെ വീടിൻ്റെ ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇവിടെ വരിക, ഈ തിണ്ടത്തിരിക്കുക, ആ പുഴയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ നല്ല വൈബാണ്. ആരിഫ് ഖാൻ്റെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ്. പക്ഷെ പഴയ വീടാണ്, പണ്ട് ഉപ്പ് നിർമ്മിച്ച വീടാണ്, ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ മോഡലും അതെ ഞങ്ങളെ പോലത്തെ പുതിയ ട്രെൻഡിലും ആരിഫ് ഖാൻ വീട് വയ്ക്കുന്നത്. 2 വീട്ടിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ആരിഫ് ഖാൻ്റെ 2 വീട്ടിലും 2 റൂമിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റും. നമ്മൾ മറ്റേ എഡിറ്റിങ്ങും കട്ടിങ്ങും ഒന്നുമില്ല. ഞങ്ങൾ എന്താണ് ആ സൈറ്റിൽ വരുന്നത് അതാണ് നമ്മൾ വീഡിയോയിൽ പറയണത്, മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് നമ്മളെ വീഡിയോ കാണുമ്പോൾ ഇത് എന്ത് തേങ്ങ ഇവർ പറയുന്നത് നോക്കണം. സാധാരണ നിങ്ങൾ കാണുന്നതൊന്നും ഒരു വീഡിയോ അല്ല. അവരത് ചെറിയ ഷോട്ടൊക്കെ ആയിട്ട് എടുത്ത് അവിടെ പോയി എഡിറ്റ് ചെയ്ത്, ഞാൻ 4 വീഡിയോ എടുക്കാം, 4 തന്നെ അപ്ലോഡ് ചെയ്യും. കാരണം എനിക്ക് വേറെ പണിയൊന്നുമില്ല. നമ്മളൊക്കെ ആകെ പ്രശ്നം വരുന്നത് മൈക്ക് വയ്ക്കാണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ വോയിസ് ഓവർ കൊടുക്കണം അല്ലേ. സൈറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വരുന്നില്ല. ഇത് കിച്ചണും വർക്ക് ഏരിയ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് വർക്ക് ഏരിയ, ഇതാണ് മെയിൻ കിച്ചൺ. ആ മെയിൻ കിച്ചണിൽ നമ്മൾ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പും ഇത് വന്നു കഴിഞ്ഞാൽ ഫുൾ പാർട്ടീഷൻ വരുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെയാണ് ചെയ്യണത്. പിന്നെ ഇതൊക്കെ ആരിഫ് ഖാൻ്റെ വ്യാകുലതയിൽ പെട്ടതാണ്. ആരിഫ് ഖാൻ്റെ സ്വന്തം ഐഡിയ ആണ്. ഇനി ആരും ചോദിക്കാതെ അതിൻ്റെ മുകളത്തെ ജനൽ എങ്ങനെ തുറക്കും എന്നുള്ളത് അതൊക്കെ ആരിഫ് ഖാനെ എങ്ങനെയൊക്കെ തുറന്നോളും. അതായത് നമ്മൾ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് താഴത്തെ ജനൽ നമ്മൾ സൈഡിലേക്ക് തുറക്കുന്നതാണ്, നോർമൽ ജനലാണ് കൊടുത്തിരിക്കുന്നത്. മുകളത്തെ നമ്മൾ ഐമാക്സ് ആണ്, മുകളിലേക്ക് ഇങ്ങനെ തുറന്നു വയ്ക്കാം. പക്ഷേ ഈ വീട് കാണുമ്പോൾ ഒരുപാട് ഹൈറ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട് അല്ലേ. എന്താ സംഭവം? ഇത് ഓൾറെഡി ഇവിടെ കുഴി ആയതുകൊണ്ട് ഇതുണ്ടോ, ഞാൻ അവിടെ പറഞ്ഞത് നോണയാണെങ്കിൽ നിങ്ങൾ നോക്കി നോക്കുക. ഇത് വാട്ടർ ലെവലിൽ ഇപ്പം നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ വാട്ടർ ലെവലിൽ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഇതാണ് ഇപ്പോൾ തറ കിടക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞില്ലേ 4 ഇഞ്ചോളം ഇവിടെ കൂടുതലാണ്. പിന്നെ അപ്പോഴേക്കും ഇതിൽ ഇനി മണ്ണിട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാനും പറ്റില്ല. മാക്സിമം നമ്മൾ കോൺക്രീറ്റ് തന്നെ ഇട്ടിട്ടാണ് ഇപ്പോൾ അതുവരെ ചെയ്ത് വെച്ചത്. ഇവിടെ എന്തായാലും കുറച്ച് മണ്ണിടണം. അപ്പോൾ മണ്ണ് ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യാണ്ടിരിക്കണത്. ഇങ്ങനെ ജനൽ വെച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചം ഉണ്ടാവും കേട്ടോ. അതായത് നല്ല ലുക്കായിരിക്കും വർക്ക് കഴിഞ്ഞാൽ. ഈ ഒരു പോർഷനിൽ കബോർഡ് കൊടുക്കുക അല്ലേ. ഇവിടെ കബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ അടിയിലും മുകളിലും ജനലായിട്ട് കാണാൻ നല്ല രസമായിരിക്കും. അതൊക്കെ മൂപ്പരെ
ഓരോന്നിങ്ങനെ ആലോചിച്ചില്ലേ മൂപ്പര് ഇതെന്താ വെച്ചാൽ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി അവിടെ സൈഡാക്കും, ഇപ്പോൾ പ്ലാൻ വരയ്ക്കും. വണ്ടിയിൽ നിന്നിട്ട് പ്ലാൻ വരച്ചിട്ട് അപ്പളേ അയച്ചു തരികയാണ്. അപ്പോൾ ഈ വീട് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പറഞ്ഞില്ല, ഇത് 8 ഇഞ്ചിൻ്റെ ചുമരാട്ടാ. ആരിഫ് ഖാൻ അതൊക്കെ ആയിരുന്നു ഏറ്റവും വലിയൊരു ഇതല്ലേ. കാരണം പിന്നെ ഓൾറെഡി ഇവിടെ ഈ പുഴയുള്ള കാരണം കൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കമ്പിയൊക്കെ കുറച്ചും കൂടി അണച്ചിട്ടാണ് ഔട്ട് സൈഡ് ചുമരിനൊക്കെ ഇട്ട് കൊടുത്തിരിക്കണത്. പിന്നെ ഇവിടെ ഇപ്പോൾ 8 ഇഞ്ചിൻ്റെ ചുമരിടാൻ തന്നെ കാരണം ആൾക്ക് മെയിൻ സ്ലാബ് ഒരു 1 മീറ്ററോളം പുറത്തേക്ക് തള്ളണം. അപ്പോൾ 1 മീറ്റർ അവിടെ തള്ളണ സമയത്ത് നമുക്ക് ആ സ്ലാബിൻ്റെ മൊത്തം കാൻലിവർ ലോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചുമര് 8 ഇഞ്ച് ആക്കിയത്. കാരണം നമുക്ക് ഈ കാണുന്ന ഒരു സ്പേസ് മൊത്തം ഓപ്പൺ ആയിട്ടാണ് വരുന്നത് ഇല്ലേ. അതുകൊണ്ട് ആ ചുമര് വണ്ണം കൂട്ടി. ഇനി ഇതിലിവിടെ വരാനുള്ളത് ഇതാ ഫ്രഞ്ച് വിൻഡ് വരാനുണ്ട് ഫ്രണ്ടിൽ. അതേപോലെ തന്നെ മെയിൻ ഡോറ് പിന്നെ റെഡിമെയ്ഡാണ്. 2 പില്ലറും ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് വർക്കായിട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സ്പേസിൽ വെച്ചിട്ടാണ് നമ്മളെ പിള്ളേർ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കൂട്ടണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വെക്കാൻ വിചാരിച്ചിട്ട്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ കിച്ചൻ്റെ അവിടുത്തെ ഒരു ചുമരും ഈ ബെഡ്റൂമിൻ്റെ അവിടുത്തെ ഒരു ചുമരും മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ. പിന്നെ അതും ഓക്കെ. അങ്ങനെ ഓരോ വീടുകളും ഇങ്ങനെ ഇപ്പോൾ ഇന്ന് 3 ആയില്ലേ. ഇപ്പോൾ തൃശ്ശൂരുള്ള 3 ഇനി ഒരു വീടും കൂടിയുണ്ട്. മിക്കവാറും ഈ 4 വീഡിയോ നിങ്ങളെ കൊണ്ട് ഇന്ന് തന്നെ ഞാൻ കാണിപ്പിക്കും. ഓക്കെ ശരി. അല്ല ആരിഫിക്ക അന്റെ ഡ്യൂട്ടിക്കൊന്നും ഇറങ്ങണില്ലേ? ഇതൊന്ന് വരച്ച് ക്ലിയർ ചെയ്തൊന്ന് അയച്ചു കൊടുക്കട്ടെ. അതെ എന്താ ചെയ്യാ. അല്ല 2 ദിവസമായിട്ട് വെറും വരെ ഉള്ളൂ. അല്ല വര ശരിയാ, സമയം കിട്ടില്ല. എന്താ ചെയ്യാ, ഇൻഷാല്ലാ ശരിയാവൂലേ. അപ്പൊ ഇത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. അവിടെ വെച്ചിട്ടുള്ള ജനലുകള് നമുക്ക് ശരിയായിട്ടില്ല. അപ്പൊ ഇത് കൺസീൽഡ് ആയിട്ട് ബേബിന്റെ ആയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ചാട്ടാവും. ഈ ചാട്ട ഒരു 40 സെന്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. സിങ്കിന്റെ 50 സെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 40 സെന്റ് ഇല്ലേ സിങ്ക് ഈ സ്ലാബ് ഇരിക്കുക. അപ്പൊ ഇതൊരു 75 സെന്റ് മിനിമം വേണം. അപ്പൊ ഒരു 15 സെന്റിമീറ്ററുടെ ചമര് പോകും. ബാക്കി ഒരു 60 സെന്റിയുടെ 60x60ന്റെ അല്ലെങ്കിൽ 60-120 സിങ്ക് വയ്ക്കാം. പിന്നെ ഇവിടുന്ന് ഈ മുകളിലേക്ക് ടൈൽ ഒട്ടിക്കാനായിട്ട് പോർഷൻ പഴയ ഇട്ടിട്ടില്ല. അപ്പൊ അവിടെ 30 സെന്റിമീറ്റർ ഹൈറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വേണം പൈപ്പ് വയ്ക്കാനായിട്ട്. അതിനുശേഷം 1 മീറ്ററിന്റെ ഹൈറ്റിലുള്ള പഴയ വിൻഡോ ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ് നമുക്ക് UPVC ഒന്നിലൊക്കെ വയ്ക്കാമെന്ന് വിചാരിക്കണം ഇൻഷാല്ലാ. പിന്നെ മൊത്തം 210 ഈ ജനാല ഈ ഇതിന്റെ ഹൈറ്റ് വരുന്നത്, അത് കട്ട്ലയുടെ. അപ്പൊ ഒരു 80 സെന്റിമീറ്റർ നമുക്ക് എന്താ ഈ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. സെറ്റ് ആവും. ഇത് അയച്ചു കൊടുത്താൽ മനോജേട്ടൻ എല്ലാം മനസ്സിലാവും ഇൻഷാല്ലാ. നമ്മളെ എഞ്ചിനീയറുടെ പേരാണ് മനോജേട്ടൻ. ലൈൻ കൺസ്ട്രക്ഷൻ അവരൊരു ബിസിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്. ഇൻഷാല്ലാ ഇത് സെറ്റ് ആവുന്ന വിചാരിക്കുന്നു. പെട്ടെന്ന് തീർത്തിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ആരിഫ് ഖാൻ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ ആ വീഡിയോ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്ന സമയത്താണ് ആളവിടെ പ്ലാൻ വരച്ചുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എപ്പോഴും നമ്മളെ കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മളൊരിക്കലും 100% അല്ലേ ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരിക്കലും പറയാറുമില്ല. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും മനസ്സിലാവും. ഇപ്പോൾ ആരിഫ് ഖാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ആ സാധനം പൊളിച്ച് എങ്ങനെയാണോ ആരിഫ് ഖാൻ്റെ മനസ്സിലുള്ളത് ആ രീതിയിൽ നമ്മളെ കൊണ്ട് എങ്ങനെ എത്രത്തോളം ആക്കി കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളെ കൺസ്ട്രക്ഷൻ്റെ ഒരു മെത്തേഡ്. കാരണം വീട് വെക്കുന്ന ആളെ ഒരു 100% ഹാപ്പി ആക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 70% ഹാപ്പി ആക്കി നമ്മൾ കൈ കൊടുത്ത് പിരിയണം എന്നാണ് എൻ്റെ എപ്പോഴുള്ള ആഗ്രഹം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കമ്പ്യൂട്ടറൊന്നുമല്ല. അതുകൊണ്ട് ഒരിക്കലും 100% എനിക്ക് നല്ല ഒരുവിധം ആൾക്കാർക്കൊന്നും പറ്റില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ എഫേർട്ട് കമ്മിയാക്കാന്നല്ല കേട്ടോ. നമ്മൾ 150% എഫേർട്ട് ഇട്ടാലേ ഉള്ളൂ നമുക്കൊരു ക്ലയൻറ്റിനെ ഒരു 70% സന്തോഷപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ മാക്സിമം ആൾക്കാർ നമ്മൾ വീട് പണി നമ്മളെ ഏൽപ്പിക്കുന്ന ആൾക്കാർ അവരെ മനസ്സിൽ ഇതുപോലുള്ള ഐഡിയാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ ഇരുന്ന് എല്ലാം വരഞ്ഞ് ഫസ്റ്റ് താരത്തിൽ തന്നെ ഒരു പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്പം തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ AI ടെക്നോളജി വന്ന കാര്യത്തിൽ ഇപ്പോൾ ആരിഫ് ഖാൻ ഫ്രണ്ടേജ് ശരിയാക്കിയതാണ്. പക്ഷേ ഈ AIക്ക് അറിയില്ല ഇവിടുത്തെ വാട്ടർ ലെവലിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ടൊന്നല്ല AI കട്ടായിരിക്കണത്. നമുക്ക് ആസ് പെർ സൈറ്റ് പ്രകാരമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് ആരിഫ് ഖാൻ അവിടെ 1 മീറ്റർ മെയിൻ സ്ലാബ് തള്ളണം എന്ന് പറഞ്ഞിട്ട് ഞാൻ 8 ഇഞ്ചിൻ്റെ ചുമരിട്ടു. ഇപ്പോൾ AIയിൽ മൂപ്പരത് ഗ്ലാസ് ആക്കി മാറ്റി. അപ്പോൾ ഇതിനൊക്കെ പെട്ടെന്ന് പരിപാടികൾ നടക്കും. പക്ഷെ നമ്മൾ സൈറ്റിൽ അതായത് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറെൻ്റാണ്. AIക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും.